ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ഒരു പേടിയോടെ എഴുന്നേറ്റൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാനിന്ന് ഷോപ്പിൽ നിന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണേ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിയായപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞാൻ എന്നിട്ട് ഫോൺ നോക്കുമ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ അപ്പുറത്തെ എല്ലാ ഷോപ്പുകാരുടെയും ഒരു 10-15 മിസ് കോളെ. ഇതെല്ലാവരും കൂടെ എന്നെ രാവിലെ വിളിച്ചതെന്ന് ഓർത്ത് ഞാൻ പേടിച്ച് തിരിച്ച് വിളിച്ചിട്ട് ഒരു മനുഷ്യനെ കിട്ടണില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഷീന ചേച്ചി നമ്മളെ വീണ്ടും വിളിച്ച്. അപ്പോഴാണ് എന്നോട് പറയണത്, നീ പെട്ടെന്ന് എത്തണം, നമ്മുടെ കോംപ്ലക്സിൽ തീപിടുത്തം ഉണ്ടായി, നിൻ്റെ ഷട്ടർ തുറക്കാനായിട്ട് ഇവിടെ ഫയർഫോഴ്സൊക്കെ വന്നിട്ട് നിന്നെ വിളിച്ചിട്ട് കിട്ടണില്ല, വേഗം വാ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ നല്ല ജീവൻ മുഴുവൻ പോയി. ഞാൻ ഇവിടുന്ന് ഷോപ്പ് വരെ എങ്ങനെ എത്തിയെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ. എൻ്റെ പൊന്നെ, ഞാൻ ആ നേരം കൊണ്ട് എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു 15 വർഷത്തെ സ്വപ്നങ്ങളും അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ എത്തിയപ്പം ഒത്തിരി ആളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എന്നോട് എല്ലാവരും കൂടി ഷട്ടർ തുറക്കാൻ പറഞ്ഞ് ഞാൻ ഷട്ടർ തുറന്ന് നമ്മുടെ ഷോപ്പിന് തൊട്ടപ്പുറത്തെ ഒരു അക്ഷയ സെൻ്ററാണ് കേട്ടോ. അതിനകത്താണ് തീപിടുത്തം ഉണ്ടായത്. ഒരു സാധനം ഇല്ലാണ്ട് കംപ്ലീറ്റ് സാധനവും കത്തി ഉരുകി തീർന്ന്. എന്നിട്ട് ഞാൻ ഷട്ടർ തുറന്നപ്പോൾ നമ്മുടെ ഷോപ്പിനകത്ത് മൊത്തം പുകയും പിന്നെ ഈ ഫയർഫോഴ്സുകാർ ഒഴിച്ച് വെള്ളവും കരിയും എല്ലാം ആയിട്ട് അങ്ങനെയായിരുന്നു അവസ്ഥ. എന്നിട്ട് ഭിത്തിയിലൊന്നും തൊടാൻ പാടില്ല, ചൂടെടുത്ത് പഴുത്ത് നിൽക്കുവാണേ. അപ്പം ഈ ഭിത്തിയിലാണ് നമ്മുടെ AC ഇരിക്കണത്. അതിന് തൊട്ടടുത്ത റൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. ആ ഭിത്തിയൊക്കെ ഭയങ്കരമായിട്ട് പഴുത്തിരിക്കുക. ഞാൻ പെട്ടെന്ന് കയറിയിട്ട് നമ്മുടെ മെയിൻ സ്വിച്ചും എല്ലാം ഓഫാക്കി ഡോറൊക്കെ കുറേ നേരം തുറന്നിട്ട് എന്നിട്ട് എനിക്കറിയാൻ മേല സാറിൻ്റെയൊക്കെ ഒരവസ്ഥ എല്ലാം ഇങ്ങനെ പോയിട്ടേ. എനിക്ക് ഇപ്പോഴും കണ്ടിട്ട് നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ ഇങ്ങനെ സ്വരുക്കൂട്ടി ഉണ്ടാക്കിയിട്ടേ. അങ്ങനെ ഞാനതൊക്കെ തുറന്ന് കുറച്ച് നേരം ഇരുന്ന് പിന്നെ താക്കോൽ അവിടെ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്ന് തിരിച്ച് ചെന്ന് ഞാൻ ലൈറ്റെല്ലാം ഓണാക്കി, സ്വിച്ച് എല്ലാം ഓണാക്കി. ഇപ്പം ബൾബെല്ലാം ലൈറ്റൊക്കെ തെളിയണുണ്ടേ. പിന്നെ AC ഭിത്തി മൊത്തം പഴുത്തിരിക്കണതുകൊണ്ട് എനിക്ക് AC ഓണാക്കി നോക്കാൻ എനിക്ക് പേടി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് എല്ലാവരും ചുറ്റും ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് ഓണാക്കി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് ഓണാക്കിയപ്പം കുഴപ്പമില്ല, വർക്കാം. പിന്നെ അതിൽ നിന്ന് ഭയങ്കര മണം വരണുണ്ട്. പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റണില്ല. നമുക്ക് ഇതൊക്കെ കൂടെ ശ്വസിച്ചിട്ട് ശ്വാസം മുട്ടലും എല്ലാം കൂടെ. എന്നാലും കുറേ നേരം അവിടെ ഇരുന്ന് എല്ലായിടവും ഒക്കെ ക്ലീനാക്കി ഡോറെല്ലാം തുറന്ന് ഫാനൊക്കെ ഇട്ട് കുറേയൊക്കെ പുകയൊക്കെ പോയെന്ന് തോന്നണം. പിന്നെ ഒട്ടും ഇരിക്കാൻ പറ്റാണ്ട് ഞാൻ നേരത്തെ പോകുന്നതാണ്. അപ്പം അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചതേ. ഇന്നത്തെ അങ്ങനത്തെ ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു സുഹൃത്തുക്കളെ. ഓർക്കാൻ വയ്യ. ഇന്ന് അനുഭവിച്ചൊരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു.